പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി സങ്കീർത്തനം 46 അധ്യായം 1 വാക്യം വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കോരഹപുത്രന്മാർ തങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 46 സങ്കീർത്തനം. കോരഹപുത്രന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അവർ പറയുകയാണ്. കോരഹും നാഥാന് മുതലായവർ മോശയ്ക്കെതിരെ മരുഭൂമിയിൽ വച്ച് മോശയോട് എതിർത്തപ്പോൾ ദൈവത്തിൻ്റെ കോപം തൻ്റെ പിതാവിൻ്റെ നേരെ ഇറങ്ങിയത് അവർ കണ്ടതാണ്. കോരഹ് പുത്രന്മാർ കണ്ടതാണ്. അവർ തങ്ങളുടെ പിതാവിൻ്റെ കൂടെ നിൽക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് എതിരായി പിറുപിറുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിനെതിരായി സംസാരിക്കുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോട് കേണപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് അഭയം നൽകുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിയ ആ കോരഹപുത്രന്മാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്ന സമയങ്ങളിൽ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അടുത്തിരിക്കുന്ന ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ജാതി, ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ ദൈവമായ യഹോവയെ നാം വിളിച്ചപേക്ഷിക്കുന്നൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതാണുള്ളത്? ദൈവം നമുക്ക് അടുത്തിരിക്കുന്നു എന്ന് അവർ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ട് ആ കോരഹപുത്രന്മാർ എഴുതുകയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ആ ദൈവം നമുക്ക് അടുത്തിരിക്കുകയാണ്. ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിലെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആ കോരഹപുത്രന്മാർ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമുണ്ടല്ലോ, ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം, അതായത് ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്, അത് നമ്മുടെ സങ്കേതമാണ്. റെഫ്യൂജ് ഈസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി. ഹല്ലേലൂയ. ആ ദൈവം അത് നമുക്ക് സങ്കേതമാകുന്ന സ്ഥലമാണ്. പ്രശ്നങ്ങളിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. ദൈവം നമ്മെ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. എനിക്ക് എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ഉറപ്പുള്ള പാറ അത് ദൈവമാണ്. ഞാൻ ദൈവമാകുന്ന പാറയിലാണ് ഞാൻ മറഞ്ഞിരിക്കുന്നത്. അവനെൻ്റെ ഷെൽട്ടറാണ്. ഹല്ലേലൂയ. അവനെൻ്റെ പരിചയാണ്. എന്നെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും കാക്കുന്നത് എൻ്റെ ദൈവമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ജീവിക്കുന്നു എന്ന് കോരഹപുത്രന്മാർ പറയുകയാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആ യാക്കോബിന്റെ ദൈവമുണ്ടല്ലോ, അത് നമ്മുടെ ദുർഗമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ശൗൽ രാജാവ്, ഹല്ലേലൂയ, വളരെ പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ ദൈവം ദാവീദിന്റെ പരിചയായി ദാവീദിനെ എല്ലാ ശത്രുക്കളുടെ ഭയത്തിൽ നിന്നും ദാവീദിനെ ദൈവം രക്ഷിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിലൊക്കെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, അവ നമ്മുടെ സങ്കേതമാണെങ്കിൽ, അവ നമുക്ക് ഉറപ്പുള്ള പാറയായതുകൊണ്ട് ദാവീദിനെ ശൗൽ രാജാവിന് കൊല്ലുവാൻ സാധിച്ചില്ല. എബ്രഹാം തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ മകനെ
യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയാമലയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. മോറിയാമലയിൽ വെച്ച് കത്തി ഓങ്ങിയപ്പോൾ ദൈവം എബ്രാഹാമിനോട് പറയുകയാണ്, എബ്രാഹാമേ, ബാലന്റെ മേൽ നീ കൈവയ്ക്കരുത്. തൻ്റെ മകനെ കൊന്നുകളയുവാനായി ദൈവം അനുവദിച്ചില്ല. ദൈവം അവിടെ അവന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കരുതി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്. അവിടെയും എബ്രാഹാമിനെ കരുതിയ ഒരു ദൈവമുണ്ട്. ഇവിടെ ദാവീദിനെ കരുതിയ ഒരു ദൈവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അപ്പോസ്തലനായ പത്രോസിനെ കൊല്ലുവാൻ തീരുമാനിച്ച രാത്രി, പിറ്റേ ദിവസം ഹെരോദാവ് പത്രോസിനെ കൊല്ലുവാൻ തീരുമാനിച്ച രാത്രി ഉണ്ടല്ലോ, ആ പത്രോസ്, അപ്പോസ്തലനായ പത്രോസ് നല്ല ഉറക്കമാണ്. ഹല്ലേലൂയ. സുഖനിദ്രയിലാണ് അവൻ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഉറങ്ങുന്നത്? ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നാളെ നമ്മളെ കൊല്ലുമെന്ന് വിചാരിച്ചാൽ ആർക്കും അത്ര സുഖമായി ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ പത്രോസ്, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. എന്താണ് പത്രോസ് കിടന്ന് ഉറങ്ങുവാനുള്ള കാരണം? പത്രോസിന് യേശു ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്താണ് അവന് കൊടുത്ത വാഗ്ദത്തം? ഹല്ലേലൂയ. നീ ഇപ്പോൾ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടക്കും. നീ പ്രായമായ ശേഷം മറ്റൊരുത്ത് നിന്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് നീ സഞ്ചരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ചെയ്യുമെന്ന് ദൈവം നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളവർ നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരു നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ദൈവം പത്രോസിന് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് ഹെരോദാവ് തന്നെ നാളെ ശിരച്ഛേദനം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഹെരോദാവ് പറഞ്ഞിട്ട് പത്രോസ് കൂർക്കം വലിച്ച് ഗാഢനിദ്രയിലാണ്. എന്താണ് അവന് അങ്ങനെ ഗാഢനിദ്രയിലാവുവാൻ കാരണം എൻ്റെ ദൈവമാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. അങ്ങനെ മാറ്റമില്ലാത്തത് കൊണ്ട് ഹെരോദോവിന് തന്നെ കൊല്ലുവാനായിട്ട് സാധിക്കില്ല എന്ന് ആ ഉറച്ച വിശ്വാസമുണ്ടല്ലോ. ദൈവം വാക്കുമാറാത്തനുമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല എന്ന് സ്പഷ്ടമായി അറിയാവുന്ന പത്രോസ് ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ച് അവൻ രാത്രിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ഹെരോദ് രാജാവ് ഹല്ലേലൂയ അവന് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ടുകൊന്നു. അങ്ങനെ വാൾ കൊന്നിട്ട് പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി അവന് തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട 2 പടയാളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാരാഗ്രഹം കാത്തുകിടന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അരയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അവനോട് പറയുകയാണ്, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിടുക, മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ ദർശനം കാണുന്ന പോലെ അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതായിട്ട് നമ്മളുടെ വായിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച പത്രോസിന് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കാത്ത ഹെരോദാവിന് ദൈവത്തിൻ്റെ മകനായ പത്രോസിനെ കൊല്ലുവാനായിട്ട് സാധിച്ചില്ല. എബ്രാഹാം തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ മകനായ ഇസ്ഹാക്കിന് പകരം ദൈവം ഒരു കരുതിയ ദൈവം യഹോവ ഈരെ ദൈവം എബ്രഹാമിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവമാണ്. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ശൗൽ രാജാവ് ഹല്ലേലൂയ പുറകെ നടന്നു. പക്ഷേ ദാവീദിനെ സംരക്ഷിച്ച ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് യൗവനക്കാർ ശപഥം ചെയ്തു. പക്ഷേ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ദൈവം നമ്മുടെ സങ്കേതം ആണെങ്കിൽ, ദൈവം ഞങ്ങളുടെ ബലമാണെങ്കിൽ, അവൻ ഞങ്ങളുടെ റെഫ്യൂജ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു കോട്ടവും പറ്റില്ല എന്ന് കോരഹപുത്രന്മാർക്ക് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ, കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു,
കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് കോരകപുത്രന്മാർ പറയുകയാണ്, ദൈവമാണ് നമ്മുടെ സങ്കേതം, നമ്മുടെ ബലം അവനാണ്. അവനിൽ നമ്മൾ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഒരുത്തരും നമ്മെ തൊടുവാനായിട്ട് സാധിക്കില്ല. ദൈവം നമുക്ക് അഭയം നൽകും. അവൻ നമ്മുടെ പാറയാണ്. ഹല്ലേലൂയ. അവനിൽ നമുക്ക് ചാരാം. അവൻ നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശു നാമത്തിൽ കർത്താവേ, ആമേൻ.